ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ വിഭവം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മഷ്റൂം ഫ്രൈ ആണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മഷ്റൂമാണ്. 200 ഗ്രാം മഷ്റൂമാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. നന്നായി വൃത്തിയാക്കിയ മഷ്റൂം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ പീസുകളാകുമ്പോൾ എളുപ്പത്തിൽ വേവാനായിട്ട് നല്ലതാണ്. ഈ മഷ്റൂം മുഴുവൻ നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. കട്ട് ചെയ്ത മഷ്റൂം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ കട്ട് ചെയ്ത മഷ്റൂം എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. മഷ്റൂമിലേക്ക് ആവശ്യത്തിന് പൊടികളെല്ലാം ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുക. മഷ്റൂമിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. മഷ്റൂം നന്നായി വാട്ടർ കണ്ടൻ്റ് ഉള്ള വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഈ വെള്ളത്തിൽ വേണം മഷ്റൂം വേവിക്കാനായിട്ട്. പൊടികളൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് വരുമ്പോൾ മഷ്റൂം നന്നായിട്ട് ചുരുങ്ങും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം ചേർത്ത് ഇളക്കി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും മഷ്റൂമിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. നമുക്കിനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുതായി കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാത്രം ഒന്ന് അടച്ച് വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് മഷ്റൂം വേവിച്ചെടുക്കാം. അത്ര വേവാണ് മഷ്റൂമിനുള്ളൂ. വെള്ളം നമ്മൾ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പാത്രത്തിൻ്റെ അടുപ്പ് മാറ്റി നോക്കുമ്പോൾ മഷ്റൂം നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ മഷ്റൂമിൽ നന്നായി പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് പാത്രം നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇനി നമുക്ക് മഷ്റൂം ഫ്രൈ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. അതിനായിട്ട് 10 ചെറിയ ഉള്ളി നീളാൻ അരിഞ്ഞത്, ഒരു വലിയ സബോള ചെറുതായി പൊടിയായി അരിഞ്ഞത്, നാളികേരം ചെറുതായി കുത്തിയെടുത്തത് ആവശ്യത്തിന്, 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് മഷ്റൂം ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കൊത്തി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ കളർ മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും സബോളയും നമുക്ക് ഒരുമിച്ച് ചേർക്കാം. സബോളയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. കുറച്ച് നേരം ഇളക്കി സബോളയുടെ കളറൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മഷ്റൂം വേവിക്കുമ്പോൾ പൊടികളെല്ലാം ഇട്ട് നന്നായി വേവിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കേണ്ടതില്ല. നമ്മൾ ടേസ്റ്റ് നോക്കി എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഷ്റൂം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഉപ്പ് കുറവായതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്നത്. നോൺ വെജ് കഴിക്കാത്തവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മഷ്റൂം. അത് വെച്ചുണ്ടാക്കിയ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ദിവസം അടുത്തൊരു പാചക വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.